ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷിമി ഷാനവാസ് വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കാറ്ററിംഗ് ഓർഡർ കിട്ടിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അത് ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പം നമ്മൾ എന്താ പറയുക 4.5 കിലോയാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെമ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഭക്ഷണം അവർക്ക് കൊണ്ടുപോകുന്നതായിട്ട്. അപ്പോൾ വേറെ ഒന്നല്ല, അവർക്ക് ചെറിയൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 4.5 കിലോ ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ ചില്ലി ചിക്കനും ഉണ്ട് കേട്ടോ. പിന്നെ തൈര് ചട്നി, അച്ചാർ, ഇത്രയും സാധനമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ് അത്രയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കന് പൊരിക്കാനുള്ളത് വേറെ, അതുപോലെ നമ്മൾ ബിരിയാണിക്കുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ളത് ഇത്തിരി വലിയ പീസായിട്ടുള്ളത്, അതിലേക്കുള്ളത് വെറും നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അതിന് മുന്നേ അണ്ടിപ്പരിപ്പും സവോളയൊക്കെ വറുത്ത് പോരലാണ്. ഇന്ന് ഞാൻ പെട്ടെന്ന് മറന്നു പോയിട്ടോ. കാരണം ഇന്ന് നമുക്ക് വെറും ചോറും ചെയ്യാനുണ്ട്. വെറും ചോറും ഒരു 2-2.5 കിലോനോളം വെക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു അടുപ്പ് വെച്ചിട്ട് നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തോന്നിയത് കൊണ്ട് നമ്മൾ വേഗം എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീടിൻ്റെ ബാക്കിൽ പുറകു വശത്ത് അടുപ്പ് പിടിച്ചു കേട്ടോ. കുറച്ച് 2-3 കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ അടുപ്പ് പിടിച്ചിട്ട് അതിൽ നമ്മൾ വെറും ചോറ് വേഗം വെച്ച് ഊറ്റി വെക്കുക ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരി അതിന് ശേഷം നമ്മളിതാ മസാല ഉണ്ടാക്കുകയാണ്, ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ വറുത്തിട്ട് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത മസാല മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ വേഗം നമ്മൾക്ക് എന്താ പറയുക പൊരിക്കാനുള്ള ചിക്കൻ വേഗം ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളവിടെ എന്താ പറയുക ചോറും റെഡിയായി, വെറും ചോറ് നമ്മളവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തന്നെ ആ അടുപ്പിൽ തന്നെ നമ്മൾ വറ്റിച്ചിട്ടാണ് കേട്ടോ, നമ്മൾ നെയ്ച്ചോറ് പോലെ വറ്റിച്ചിട്ടാണ് നമ്മൾ ഇത്തവണ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ ബിരിയാണി വെക്കാൻ പഠിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. അതിന് ശേഷം നമ്മളതെല്ലാം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് ദമ്മിട്ട് വെക്കണം. അതിൻ്റെ മുകളിലായിട്ട് കനൽ കോരിയിട്ടാൽ മതിയായിരുന്നു. സാധാരണ എന്നും ചെയ്യുന്നൊരു ഓർമ്മയിൽ ഞാൻ കനലിടാൻ മറന്നുപോയി. അതിന് പകരം ഇത്തിരി ആ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ കയറ്റി വയ്ക്കുകയും ചെയ്തിട്ട് വെയിറ്റിന് വേണ്ടി. അപ്പം നമ്മൾ ഉച്ചക്കൽക്ക് വെറും ചോറിനുള്ള മീനാണ് കേട്ടോ. മീൻ പൊരിക്കാനായിട്ട് അയില മീനാണുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മസാല നല്ലതായിട്ട് തിരുമ്പി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് എന്താ പറയുക കുമ്പളങ്ങ മോര് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇക്ക വേഗം കുമ്പളങ്ങ തപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ ഇമ്മ ഉണ്ട് അവിടെ, ആളുള്ളത് കൊണ്ട് എനിക്ക് എത്രയോ ഹെൽപ്പാണ് കേട്ടോ. കാരണം ഈ പുറത്തൊരു അടുപ്പ് പിടിക്കാന്നുള്ളൊരു ഐഡിയ ഒക്കെ മൂപ്പർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ വെറും ചോറും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണിക്കുള്ള ചോറ് വറ്റിച്ചെടുക്കാനൊക്കെ നമുക്ക് അതിൽ പറ്റി. പിന്നെ അതുകൊണ്ട് 11:30 മണിയാകുമ്പോഴത്തേനും 2 തരം ഫുഡ് എനിക്ക് അവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി അവിടെ കുമ്പളങ്ങ എന്താ പറയുക മോര് കറിക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ നോക്കുമ്പോഴേക്ക് തൈര് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനത് കുമ്പളങ്ങ പരിപ്പ് കറിയാക്കി മാറ്റിയെടുത്തു. അങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മുടെ ചോറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അത് കാരണം കൊണ്ടുപോകുന്ന എല്ലാവർക്കും ഒരേപോലെ ഇളക്കി യോജിപ്പിക്കാനൊന്നും സഹായിച്ചൊന്നും വരില്ല. അപ്പോൾ നമ്മൾ എല്ലാതും ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതാക്കി വെച്ചിട്ടാണ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ച് വന്നതും അങ്ങനെ വന്ന് ചായ കുടി കഴിഞ്ഞതും അങ്ങനെ ഇരുന്നാട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. നമുക്ക് രാവിലെ ഒരു കാലി ചായ കുടിച്ചതാണ് കേട്ടോ. ഞാനും ഉമ്മയാണെങ്കിലും രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളങ്ങനെയാണ് പണിക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും ഇതൊന്നുമില്ല. കുറേ വെള്ളം കുടിക്കും, കുറേ ഇക്ക വന്ന് കുറച്ച് സർബത്ത് കലക്കി തന്നു, അത് കുടിച്ചു. പിന്നെ ചായ രാവിലെ കുടിച്ചതാണ് കാലി ചായ, വെള്ളം കുടിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പണി കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാതെ നമ്മൾ ഇനി എന്താ ഒന്നും കഴിക്കില്ല എന്നുള്ള ആ ഒരു സംഭവമുണ്ട് നമുക്ക് എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞു. അപ്പോൾ ഒരു ലോഡ് പാത്രം ഉണ്ട് കേട്ടോ. അതൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിറയെ പാത്രങ്ങൾ കഴുകുക എന്നുള്ളതാണ് വലിയ ടാസ്ക് കേട്ടോ. എല്ലാതും ഓക്കെ, വെച്ചുണ്ടാക്കാനൊന്നും യാതൊരു മടിയോ ഇതൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഈ കഴുകാൻ ഇതിന് നമ്മൾ വല്ല ഭൂതത്തിന് ഇറക്കണം എന്നാണ് തോന്നണത്. എന്തായാലും വേണ്ടില്ല, കാരണം നമ്മൾ കഴുകാല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതും കൂടി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്മ അവിടെയൊക്കെ അടിച്ച് വാരുന്നുണ്ട്, ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരിക്കണം. അപ്പോൾ ഇന്നലെ തുടച്ചത് കൊണ്ട് ഇന്ന് ഞാൻ തുടക്കണില്ല എന്ന് വെച്ചുള്ളൊന്നും. അപ്പോൾ എന്താ പറയുക, രാവിലെ ഇങ്ങോട്ട് വന്നാണോ അതിൻ്റെ ഉള്ളൊക്കെ എന്താണോ എവിടെയാണെന്നൊന്നും ആലോചിച്ചിട്ട്. പിന്നെ തുണികൾ മെഷീനിൽ കുറേ തിരുമ്പാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് അത് അപ്പോൾ മെഷീനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണ്. വീട്ടമ്മയ്ക്ക് നമ്മുടെ എല്ലാ ദിവസങ്ങളും എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചില ദിവസങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കും, ചില ദിവസങ്ങൾ പ്ലാൻ ചെയ്യാതെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് രാത്രി വന്നിട്ടുള്ളൊരു ഓർഡറാണ്. അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ കുറച്ച് നേരം ഇരുന്നുകൊണ്ട് ഉള്ളികൾ തൊലിക്കലും പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തൊലിക്കലും പിടിക്കലും രാവിലെ നീച്ച് അടുക്കളയിൽ കയറിയതാണ്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് തട്ടിക്കൊടി അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, അതൊക്കെ ഇനി പോയിട്ട് വേണം, ഇനി പോയിട്ട് വേണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ ജീവിതങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളിതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. ഇനി കുറച്ച് പാത്രങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കഴുകിയെടുക്കട്ടെ.